ഡാ, എന്റെ ടവൽ യൂസ് ചെയ്യാൻ നിനക്ക് ആരാ പെർമിഷൻ തന്നേ? മാം, എൻ്റെ അടുത്ത് ഒരു ടവലേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് ഇടുപ്പിൽ കെട്ടി. അകത്തൊരു ടവലുണ്ടായിരുന്നു. തല നനഞ്ഞിരിക്കില്ല, അതുകൊണ്ട് എടുത്ത് തോർത്തിപ്പോയി മാഡം. പക്ഷേ നിങ്ങളുടേതാണെന്ന് എനിക്ക് അറിയില്ല മാഡം. ഫൂൾ! ഇത് എന്റെ റൂം, എന്റെ ബാത്റൂം, എന്റെ ടവൽ അല്ലാണ്ട് വേറെ ആരുടെ ആയിരിക്കും? മര്യാദയ്ക്ക് അത് അലക്കി അയൺ ചെയ്ത് വെച്ചോ, മനസ്സിലായോ? ശരി മാഡം. അച്ഛാ, അച്ഛാ, സൂക്ഷിച്ചു. അച്ഛാ, എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണം. പറമോളെ. അച്ഛൻ ആഗ്രഹിച്ച പോലെ എന്റെ കല്യാണം കഴിഞ്ഞു. ഞാനിപ്പോ സന്തോഷവതിയാ. ശരി. അച്ഛനിപ്പോ ഭയങ്കര സന്തോഷത്തിലാന്ന് അറിയാം. അപ്പോ എപ്പോഴാ എനിക്ക് സ്വത്തൊക്കെ എഴുതി തരാൻ പോന്നെ? അഡ്വക്കേറ്റിനോട് സംസാരിച്ചോ അച്ഛാ? ഇല്ല മോളെ, സംസാരിക്കണം. പക്ഷെ അതിനുള്ളിൽ ഇത്ര തിടുക്കം എന്തിനാ? അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കല്യാണം കഴിച്ചു. അതിന്റെ റീസണും പറഞ്ഞു. ഇപ്പൊ ഞാൻ എനിക്കായിട്ട് ഒരു ജീവിതം തുടങ്ങണ്ടേ? നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ. നീയും വിജയും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുകയാണ്. നിങ്ങളൊരു കുടുംബമായി മാറിക്കഴിഞ്ഞാൽ എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് ഞാൻ സമാധാനമായിട്ട് പോകുമല്ലോ. എനിക്ക് മനസ്സിലായില്ല. ഞാനും വിജയ് ഫാമിലി തന്നെയല്ലേ? അങ്ങനെയല്ല മോളെ. നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായാലല്ലേ നിങ്ങളൊരു കുടുംബമായി മാറുള്ളൂ. അതായത് ഫാമിലി ആയിട്ട്. ഇപ്പോൾ നിങ്ങൾ ന്യൂലി മാരീഡ് കപ്പിൾസ്. അച്ഛാ, അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്തേ? നിങ്ങൾ പ്രണയിച്ചിട്ട് ഒരു കല്യാണം കഴിച്ചു, അതിനുശേഷം ഒരു അവകാശി. ഇതാണല്ലോ ശരി. അച്ഛാ, ഇല്ല, എനിക്ക് ബേബി ഒന്നും വേണ്ട അച്ഛാ. എന്തേ വേണ്ട? ഇതാണ് നിനക്ക് ശരിയായ വയസ്സ്. ഇപ്പൊ നീ കുഞ്ഞിനെ പ്രസവിച്ചാലേ ഫ്യൂച്ചറിൽ നീ കുട്ടിയെ നല്ല രീതിയിൽ നോക്കാൻ പറ്റൂ. ഓ ഗോഡ്, അച്ഛാ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഞങ്ങളുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞതല്ലേ ഉള്ളൂ. കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളൊന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് വിജയും അത് തന്നെ ആഗ്രഹിക്കുന്നത്. ബട്ട് ഞാൻ പറയുന്നത് അനുസരിച്ചാ നീ ചോദിക്കുന്നതെല്ലാം കിട്ടും മോളെ. നോ നോ അച്ഛാ പ്ലീസ്. നോ മോളെ, ഇനി നീ സംസാരിക്കുന്നത് വേസ്റ്റാണ്. ഞാൻ കുറച്ച് വിശ്രമിക്കട്ടെ പ്ലീസ്. ഞാനൊന്ന് പ്ലാൻ ചെയ്ത എന്റെ അച്ഛൻ മറ്റൊന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. ഇപ്പൊ എന്താടി ചെയ്യാ? അവര് പറയുന്നത് ശരിയല്ലേ? എന്ത് ശരിയാണെന്ന്? എന്ത് ശരിയാണെന്ന്? അഭിനയിക്കാൻ വന്നവന്റെ കുഞ്ഞിനെ പ്രസവിച്ചിരിക്കാനാണോ പറയുന്നത്? ഏയ്, ഞാൻ അങ്ങനൊന്നും പറയുന്നില്ല. അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ പറയുന്നത് കറക്റ്റ് അല്ലേ? എന്തുവാടി നീ ഈ പറയുന്നേ? അല്ലടി, എല്ലാ അച്ഛനമ്മമാരും ഇങ്ങനെയല്ലേ പറയും. ടെൻഷൻ പോരാഞ്ഞിട്ട് എന്റെ അച്ഛനാണെങ്കിൽ ആവശ്യമില്ലാത്ത ഓരോ പ്ലാനും ചെയ്തു വെച്ചിരിക്കുക. ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയുമില്ല. നിനക്ക് വല്ല ഐഡിയയും തോന്നണ്ടെങ്കിൽ പറയടി. എന്താ നീയും കൂടെ എന്നെ ഇങ്ങനെ ടെൻഷൻ ആക്കല്ലേ? എന്തിനെല്ലാരും കൂടി എന്നെ ടെൻഷൻ ആക്കുന്നേ? ഭാഗ്യം വിജയ് ഇവിടെ അഭിനയിക്കാൻ വന്നതാണ് അച്ഛൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ വലിയ പ്രശ്നമായേനെ. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയും കിട്ടുന്നില്ലല്ലോ. നിക്കടി, ആലോചിക്കാം. എന്തേലും നല്ല ഐഡിയ കിട്ടും. മാഡം, ഇതൊക്കെ അഭിനയമായിരുന്നു. അയ്യോ, അതൊന്നുമില്ല വിജയ്. ഇങ്ങോട്ട് വാ, നിങ്ങളോട് സംസാരിക്കണം. ഇനി സംസാരിക്കാൻ എന്താണ് ഉള്ളത് മാഡം? എനിക്ക് എല്ലാം മനസ്സിലായി. നിങ്ങൾ രണ്ടുപേരും എന്നെ പറ്റിച്ച് ഇവിടേക്ക് അഭിനയിക്കാൻ വിളിച്ചിരിക്കുകയാണല്ലേ? അത് പിന്നെ വിജയ് ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കി. ഇനി പറയാൻ എന്താ മാഡം ഉള്ളത്? എന്താ ഉള്ളത്? എനിക്ക് ചെറുപ്പം തൊട്ടേ അഭിനയിക്കാൻ ഇഷ്ടമാണ് മാഡം. അതുമാത്രമല്ല, എന്റെ കുടുംബമാണെങ്കിലും കഷ്ടത്തിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അഭിനയിക്കാൻ സമ്മതിച്ചത്. പക്ഷെ ഇതൊരു നുണയായ ക്യാരക്ടറാണെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. വിജയ്, കൂൾ കൂൾ. എനിക്ക് അറിയാവുന്ന ഒരാളെ പടം എടുക്കുന്നുണ്ട്. ആ മൂവിയിൽ നിനക്കൊരു നല്ല ക്യാരക്ടർ വാങ്ങിത്തരാം. എന്താ മാഡം ഇങ്ങനെയൊക്കെ? ഇതുപോലെയൊക്കെ പറഞ്ഞല്ലേ സിനിമയിൽ എല്ലാവരെയും പറ്റിക്കുന്നത്? ഇതുവരെ എന്നെ പറ്റിച്ചതൊക്കെ മതി. ഞാൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോവാണ്. പക്ഷെ ഒരു കാര്യം മാഡം, നിങ്ങൾ തരുന്ന കാശ് കൊണ്ട് എന്റെ കുടുംബം ജീവിച്ചിരുന്നത്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കാരണം എല്ലാം പോയി. അങ്ങനെ ഒന്നും തന്നെ ഇപ്പൊ പോയിട്ടില്ല. കുറച്ച് ദിവസത്തേക്കും കൂടെ ഞാൻ പറയുന്ന പോലെ നീ അഭിനയിച്ചാ ഇതുവരെ നിനക്ക് ജീവിതത്തിൽ കിട്ടാത്ത അത്രയും പണം ഞാൻ തന്നെ നിനക്ക് തരും. അതിന് കാശ് കൊടുത്തിന് വിലക്ക് വാങ്ങാൻ നോക്കുവാണല്ലേ മാഡം? ഞാൻ സിനിമയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവനാ. എന്റെ ടാലന്റ് പുറത്ത് കാണിക്കാൻ വിചാരിക്കുന്നവനാ.
നിങ്ങൾക്ക് എന്നെ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല. ഉം. ഏയ്, നീ ഏത് ലോകത്താ ജീവിക്കുന്നത്? ഇവിടെ കാശായെല്ലാം. കാശുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. യെസ്, മണി ഈസ് പവർ. ആ പവർ നമുക്കുണ്ടെങ്കിൽ ഇവിടെയുള്ള എന്തും നമുക്ക് മാറ്റാൻ പറ്റും. ആ പണം എന്റെ കയ്യിൽ എത്തിയാലുണ്ടല്ലോ, രേവതി എടുക്കാൻ പോകുന്ന പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ പറഞ്ഞ കള്ളം അപ്പൊ സത്യമാവുമല്ലോ. അതിനുവേണ്ടി ഞാൻ തെറ്റായി അഭിനയിക്കണോ? ഡാ, നിനക്ക് നിന്റെ ഫാമിലിയുടെ അവസ്ഥ അറിയത്തില്ലേ? ഇനി കുറച്ച് നാളെ ഞങ്ങൾ പറയുന്ന പോലെ അഭിനയിച്ചാ നിനക്ക് കൈ നിറയെ കാശും കിട്ടും, മൂവിയിൽ ചാൻസും കിട്ടും. ഞങ്ങളെ വിശ്വസിക്കേ. ഇതാ നോക്ക്, നീ ഇത്രയും ആലോചിക്കേണ്ട ഒരു ആവശ്യവും. സേ യെസ് ഓർ നോ. എന്ത് ആലോചിക്കുന്നത്? ഇനിയിപ്പോ യെസ്. അച്ഛാ, ഉം? അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യം വിജയ്ക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. അങ്ങനെയോ? ഉം. വളരെ സന്തോഷം മോളെ. എല്ലാം അച്ഛന് വേണ്ടി മാത്രമാ. അച്ഛൻ പറയുന്ന പോലെ ഒന്ന് ആലോചിച്ച് നോക്കി, ശരിയാണെന്ന് തോന്നി. ഇപ്പോഴെങ്കിലും എന്റെ മോള് എന്നെ അനുസരിക്കാൻ തുടങ്ങിയല്ലോ. വളരെ സന്തോഷം മോളെ. അച്ഛാ, ഞാൻ അച്ഛന്റെ മോളല്ലേ, എപ്പോഴും ഞാൻ അച്ഛൻ പറയുന്നേ കേക്കൂ. നീ ഇങ്ങനെ തന്നെ ഇരുന്നാ എനിക്ക് എന്ത് സന്തോഷാകും അറിയോ മോളെ? ശരി അച്ഛാ. അച്ഛൻ എപ്പോഴാ സ്വത്തൊക്കെ എന്റെ പേരിലേക്ക് മാറ്റാൻ പോകുന്നേ? ആ എന്താ മോളെ പറയുന്നത്? പിന്നല്ലാണ്ട് അച്ഛനല്ലേ എന്നോട് പറഞ്ഞത് കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ സ്വത്തൊക്കെ എന്റെ പേരിലേക്ക് മാറ്റി തരാന്ന്. അതെ, പറഞ്ഞു. ആ, അതിന് നിങ്ങൾ ജീവിതം തുടങ്ങണ്ടേ? അതെ അച്ഛാ, അച്ഛൻ എഴുതി തന്നാലല്ലേ ഞങ്ങക്ക് തുടങ്ങാൻ പറ്റൂ. ഉം? ഇതെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. അങ്ങനെയൊന്നും ഇല്ല അച്ഛാ. ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചുവോ അതൊക്കെ അച്ഛന്റെ കൺമുമ്പിൽ നടന്നിരിക്കും. അതെങ്ങനെ നടക്കും മോളെ? എന്തുകൊണ്ട് നടക്കില്ല? നാളെ തന്നെ ഞാൻ എന്റെ കമ്പനിയും സ്വത്തും ഒക്കെ നിന്റെ പേരിൽ എഴുതി തരാം. പക്ഷെ ഞാൻ ചോദിച്ചത് എങ്ങനെ നിനക്ക് തരാൻ പറ്റും? ഉം. നീയേ നടത്തുന്ന ഒരു നാടക കമ്പനി. എന്താ മനസ്സിലായില്ലേ? എന്നെ അത്ര പെട്ടെന്ന് നീ വിഡ്ഢിയാക്കാന്ന് കരുതിയോ? അച്ഛാ, അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അഭിനയിക്കാൻ വന്ന പയ്യനിൽ നിന്നും എങ്ങനെ നീ ഒരു കുട്ടിയെ ഉണ്ടാക്കുമെന്ന്. സാറേ, എന്താ ഇങ്ങനെയൊക്കെ എന്തിനാ സംസാരിക്കുന്നത്? ദാ നോക്ക്, ഞാനും അച്ഛനോട് സംസാരിക്കാം. നിങ്ങൾ പോയിട്ട് പിന്നെ വാ. എന്താ ഇനിയും ഇതിൽ കൂടുതൽ എന്താ എന്നോട് പറയാൻ? നീ എന്താ പറയാൻ പോകുന്നതെന്ന് കനകത്തിനും അറിയാം. എന്താ മനസ്സിലായില്ലേ? ദാ നോക്ക്, ഒരച്ഛനെ എത്രത്തോളം വിഡ്ഢിയാക്കാമോ അതിൽ കൂടുതൽ നീ ചെയ്തിട്ടുണ്ട്. നീ അഭിനയിക്കുകയാണെന്ന് ഇവിടെയുള്ള ആർക്കും മനസ്സിലാവരുത്. അന്നത് കണ്ടിട്ട് എനിക്കൊരു ചെറിയ സംശയമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വേറൊരു ദിവസം അവൻ ശരിക്കും നല്ലൊരു ആക്ടറാണെടി. ഇതെല്ലാം എന്റെ കണ്ണുകൊണ്ട് കാതുകൊണ്ട് കേട്ടതിന് ശേഷമാണ് നീ എന്നെ വിഡ്ഢിയാക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായത്. അതിനുശേഷമാ ഞാനിത് കനകത്തിനോട് പറഞ്ഞത്. പക്ഷെ അവൾ നിനക്ക് വേണ്ടി എന്നോട് ശണ്ട കൂടി. ശരി, ഇത്രയൊക്കെ അറിഞ്ഞ നിനക്ക് ഇനിയൊരു കാര്യം അറിയോ? ആ പയ്യൻ അഭിനയിക്കാൻ വന്നതാന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. ഞാൻ ആ പയ്യനോട് തന്നെ ചോദിച്ചു. പാവം, അവനൊരു പാവം പിടിച്ച പയ്യൻ. അവന്റെ കുടുംബ കഷ്ടപ്പാടുകൾ നോക്കി നീ അവന് ദ്രോഹം ചെയ്തു. ആ പയ്യനോട് സംസാരിച്ചതിന് ശേഷം അവൻ നിനക്ക് വേണ്ടി അഭിനയിച്ചില്ല.
എനിക്ക് വേണ്ടി അഭിനയിച്ചേ. എന്താ ആലോചിക്കുന്നേ? ഇന്ന് രാവിലെ തൊട്ടേ അവൻ ഈ വീട്ടിലുണ്ടാവാൻ വഴിയില്ലല്ലോ. നീ അവനെ വിഡ്ഢിയാക്കിയതിന് നീ അവൻ എന്ത് കൊടുക്കണമോ അത് കൊടുത്ത് ഞാൻ അവനെ പറഞ്ഞയച്ചു. പറയേ, നീ ചെയ്തതൊക്കെ ശരിയാണോ? അത് വേണ്ടരുത്. സ്വത്തിനു വേണ്ടി, പണത്തിനു വേണ്ടി സ്വന്തം അച്ഛനെ തന്നെ വിഡ്ഢിയാക്കി ചീറ്റ് ചെയ്തിരിക്കുക. നിന്റെ അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ എത്ര ബുദ്ധിമുട്ടി, എത്ര കഷ്ടപ്പെട്ട് വേറൊരു കല്യാണം പോലും കഴിക്കാതെ എങ്ങനെയാ നിന്നെ വളർത്തിയെന്നറിയോ? എനിക്ക് വരുന്ന ദേഷ്യത്തിനുണ്ടല്ലോ. ശരിയാ അച്ഛാ, ഞാൻ ചീറ്റ് ചെയ്തത് സത്യ. പക്ഷെ അതെനിക്ക് തെറ്റായിട്ട് തോന്നില്ല. ഓരോ തവണ കാശിന് വേണ്ടി അച്ഛന് മുമ്പേ കൈ നീട്ടി നിൽക്കുമ്പോ എനിക്ക് എത്രത്തോളം ഇൻസൾട്ട് ആയിരുന്നു എനിക്ക് അറിയൂ. ഇത്രയും കമ്പനിയും ഇത്രയും സ്വത്തും ഉണ്ടായിട്ടും എന്ത് പ്രയോജനം? എനിക്കായിട്ട് എന്താ ഉള്ളേ? അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ചെയ്തത്. അതിനുവേണ്ടി ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് വളരെ നിസ്സാരം പോലെയാണല്ലോ പറയുന്നത്. ഒക്കെ ശരിയാണ്, പക്ഷെ അതിന് കാരണക്കാരൻ അച്ഛൻ മാത്രമാണ്. കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്ത എന്നോട് നീ കല്യാണം കഴിച്ചാലേ സ്വത്ത് എഴുതി തരുള്ളൂ എന്ന് എന്നോട് പറഞ്ഞത് അച്ഛനല്ലേ? അതുകൊണ്ട് മാത്രം അത്രയും വലിയ ഡ്രാമ ഞാൻ കളിച്ചേ. ഓ, അപ്പൊ നീ ചെയ്തതൊക്കെ ശരിയാന്ന് പറയാണോ? അതൊന്നും എനിക്ക് അറിയില്ല അച്ഛാ. മോളെ, എനിക്ക് പണം വേണം. ഇപ്പൊ അച്ഛന്റെ തീരുമാനം എന്താ? പറ്റുമോ പറ്റില്ലേ? നീ എന്നെ ചീറ്റ് ചെയ്തതിന്റെ പേരിൽ ഒരു പൈസ പോലും തരില്ല. അച്ഛാ, അച്ഛനുള്ളത് ഒരൊറ്റ മോളല്ലേ? ഈ വയസ്സാം കാലത്ത് ഇത്ര സ്വത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാ? നിത്യാമ്മേ, ഒന്ന് പതുക്കെ സംസാരിക്കൂ. സ്വത്ത് എഴുതി തരില്ല എന്ന് എന്തിനാ ഇത്ര വാശി കാണിക്കുന്നേ? എന്തിനാ എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നേ? നിത്യാമ്മേ, മോളെ, എന്റെ ഒരേ ഒരു മോളായിട്ട് നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോ. അപ്പൊ എന്റെ അവസ്ഥയൊന്നും ആലോചിച്ചേ. അപ്പൊ പറ്റില്ല അല്ലേ? ഇനി എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഞാൻ പോവാ. സാറേ, എന്താ ഇത്? നിത്യാമ്മ പോകുന്ന കണ്ടില്ലേ? എന്തിനാ ഇങ്ങനെ സംസാരിച്ചത്? മോളെ, നിത്യാമ്മേ, മോളെ, നിത്യാമ്മേ, 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 ഒന്ന് നിക്ക് മോളെ. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകല്ലേ. അച്ഛൻ എന്തോ അറിയാതെ പറഞ്ഞതാ. ദയവ് ചെയ്ത് വീട്ടിൽ മര്യാദയ്ക്ക് എന്റെ ദേഹത്തുനിന്ന് കൈയെടുത്തോ, അല്ലെങ്കിൽ എന്റെ വാലിരിക്കുന്നത് നിങ്ങൾ കേൾക്കും. മോളെ, നിനക്ക് അനുകൂലമായിട്ടല്ലേ ഞാൻ പറഞ്ഞു. വാ മോളെ. നിങ്ങളെ കൂടെ കൂട്ടിച്ചേർന്നിട്ടില്ല ഇതൊക്കെ ചെയ്തത്. മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇത് നോക്ക്, അച്ഛനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ദയവ് ചെയ്ത് അകത്തേക്ക് വാ. ഇത് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്താ ഉള്ളേ? അദ്ദേഹത്തിന് എല്ലാം അറിയാം. ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കുന്നത് എനിക്കാണ് നാണക്കേട്. ഈ കമ്പനിയും ഈ സ്വത്തും ഇതൊക്കെ എന്റെ പേരിൽ എങ്ങനെ മാറ്റണമെന്ന് എനിക്ക് അറിയാം. ഞാൻ നോക്കിക്കോളാം. ആവശ്യമില്ലാതെ എന്നെ തടയാൻ നിൽക്കരുത്. പോവല്ലേ നിത്യാമ്മേ, 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 നിക്ക് നിത്യാമ്മേ, നിത്യാമ്മേ, നിത്യാമ്മേ. നിത്യ, എന്തു പറ്റി? ഇങ്ങനെ ദേഷ്യപ്പെട്ട് എങ്ങോട്ടാ പുറപ്പെട്ടു പോന്നെ? ഡോക്ടർ, ഇത് ഞങ്ങളുടെ ഫാമിലി ഇഷ്യൂ ആണ്. ഇതിൽ നിങ്ങൾ ആവശ്യമില്ലാണ്ട് ഇടപെടാൻ നിൽക്കരുത്. നിത്യ, നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ നിങ്ങളുടെ ഫാമിലി ഡോക്ടറാ. കനക, നിങ്ങളെങ്കിലും എന്താ സംഭവിച്ചെന്ന് പറയേ. ഡോക്ടർ, അത് പിന്നെ അത് സർ, നിത്യ, ഞാൻ നിങ്ങൾക്കൊരു ഫാമിലി ഡോക്ടർ മാത്രമല്ല, ഈ ഫാമിലിയിലെ ഒരു മെമ്പർ ആണെന്ന് കരുതി പറയുക. നിത്യ, നീ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. നിങ്ങൾ തന്നെ പറയൂ ഡോക്ടർ. ഇത്രയൊക്കെ ചെയ്തതിന് ശേഷവും ഒരച്ഛനായ എനിക്ക് ഇവൾ പറയുന്നതൊക്കെ കേൾക്കാൻ എങ്ങനെ പറ്റും? അത് ശരിയാ, പക്ഷെ നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. നിങ്ങളല്ലേ നിങ്ങളുടെ മോളെ പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്തോണ്ടിരുന്നേ. അവൾ ഉടനെ മാരേജ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കമ്പനിയും പ്രോപ്പർട്ടീസും ഒക്കെ അവളുടെ പേരിൽ എഴുതി കൊടുക്കൂന്ന് പറഞ്ഞത്. ഇത് തെറ്റല്ലേ സർ? അങ്ങനെയല്ല ഡോക്ടർ, എന്റെ കാലശേഷം എല്ലാം അവൾക്ക് തന്നെയല്ലേ. പക്ഷേ ഒരച്ഛനായി ഞാൻ ജീവിക്കാത്ത ജീവിതം എന്റെ മോൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചു. ഇതൊരു തെറ്റാണോ? പറയൂ ഡോക്ടർ. നിങ്ങൾ പറയുന്നതും തെറ്റല്ല, നിത്യ പറയുന്നതും തെറ്റല്ല. ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാ നമുക്ക് ചുറ്റുമുള്ള സൊസൈറ്റിയാണ്. എന്താ ഡോക്ടർ ഈ പറയുന്നത്? യെസ്, സത്യമാണ് സർ പറയുന്നത്. ഇന്നത്തെ കാലത്തെ കുട്ടികള് എല്ലാരെയും അറിയിച്ച് കല്യാണം കഴിക്കുന്നുണ്ട്, ആരെയും അറിയിക്കാതെ കല്യാണം കഴിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് പേരൻസ് ചില കാര്യങ്ങളൊക്കെ അഡ്വൈസ് ചെയ്യാം, പക്ഷെ ഒന്നും ഫോഴ്സ് ചെയ്യാൻ പാടില്ല. ഇത് തന്നെ ഞാനും പറഞ്ഞത്. എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഓരോ തവണയും കാശിന് വേണ്ടി കെഞ്ചാനുള്ള അവസ്ഥയിൽ എത്തിച്ചത് ഇദ്ദേഹം. അതിന് നീ ചെയ്തത് ഫോർജറിയാ. അച്ഛനും മോളും തമ്മിലിരുന്ന് സംസാരിച്ച് നല്ലൊരു തീരുമാനത്തിലെത്ത്. സർ, അയ്യോ, എന്ത് പറ്റി സാറേ? സാറിന് എന്താ പറ്റിയത്?
സർ എന്നെ കൊണ്ടാവുന്നില്ല ഡോക്ടർ. കനകെ വേഗം ചെന്ന് വെള്ളം എടുത്തോളൂ. ഇപ്പൊ കൊണ്ടുവരാം. ഒരു മിനിറ്റ്. ഇതാ ഡോക്ടർ. ദാ വെള്ളം കുടിക്കാം. പയ്യെ. സാറേ ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ, ഇപ്പൊ വലിയ കുഴപ്പമില്ല ഡോക്ടർ. അവൾ എപ്പോഴാണോ ആഗ്രഹിക്കുന്നത് അപ്പൊ കല്യാണം കഴിച്ചാൽ മതി. ഞാനിപ്പോ തന്നെ എല്ലാ പ്രോപ്പർട്ടിയും അവളുടെ പേരിൽ എഴുതി വെച്ചേക്കാം. ഉം. എനിക്ക് ശേഷം എല്ലാം അവൾക്ക് തന്നെയല്ലേ. എനിക്കെന്റെ മോളുടെ സന്തോഷമാണ് മുഖ്യ ഡോക്ടർ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കണം. ഇനിയെങ്കിലും രണ്ടാളും എന്താ ചെയ്യേണ്ടെന്ന് മനസ്സിലാക്കി ചെയ്യും. ശരി സർ. ഇപ്പൊ വന്ന നെഞ്ചുവലി വലിയ കുഴപ്പമുള്ളതൊന്നും അല്ല. ആ, ടാബ്ലറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് കഴിക്കണം. ആ. വേണ്ടാത്ത ടെൻഷൻസ് ഒന്നും വേണ്ട. ഉം. ഇപ്പൊ എനിക്കിതേ പറയാൻ പറ്റൂ. നോക്കിക്കോ നിത്യ, എന്നെങ്കിലും ഒരിക്കൽ എല്ലാ പ്രോപ്പർട്ടീസും നിന്റെ പേരിൽ കിട്ടും. പക്ഷേ നിന്റെ പേരിന്റെ കൂടെയുള്ള നിന്റെ അച്ഛന്റെ പേര് മാത്രമേ ഉണ്ടാവൂ. ബട്ട് നിന്റെ അച്ഛൻ കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് അച്ഛൻ ജീവിക്കുന്ന ഈ കുറച്ചു കാലമെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നോണ്ട് നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അദ്ദേഹം നിന്റെ അച്ഛനല്ലേ. അദ്ദേഹത്തിന് വേണ്ടി ഇത് ചെയ്യാൻ നോക്ക്. ഇതിൽ കൂടുതൽ ഞാൻ നിനക്ക് അഡ്വൈസ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അഡ്വക്കേറ്റ് സർ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാം എൻ്റെ മോളുടെ പേർക്ക് തന്നെ ആക്കിക്കോളൂ. എവിടെയൊക്കെ എൻ്റെ സിഗ്നേച്ചർ ആവശ്യമുണ്ടോ അതെല്ലാം ഞാൻ സൈൻ ചെയ്തോളാം. ഒന്ന് വേഗം എല്ലാറ്റിനും ഏർപ്പാടാക്കൂ. താങ്ക് യു സർ. വെക്കട്ടെ. മോളെ മോളെ പോകല്ലേ നിത്യാമ്മേ, പോകല്ലേ. അച്ഛാ, സോറി അച്ഛാ. നീ എൻ്റെ മോളല്ലേടാ. ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോ അച്ഛന് വിഷമായി കാണുമല്ലേ. ഞാൻ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. സോറി അച്ഛാ. സാരമില്ല മോളെ, വാ.